വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബി സ്റ്റേജ് വേൾഡിൻ്റെ പുതിയൊരിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സീഡ് ആൻഡ് സോയിലിൻ്റെ ബാക്കിയാണ്. 6th സ്റ്റാൻഡേർഡ് ആണ്. വൺ ബ്രൈറ്റ് ഡേ പാറൂസ് ഫാദർ വെന്റ് ഓൺ എ ജേർണി ഫോർ അവേ. ഒരു നല്ല സൂര്യനൊക്കെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു ദിവസം പാറുവിൻ്റെ അച്ഛൻ ദൂരേക്കൊരു യാത്ര പോയി. Today I shall go with grandma to the fields, Paru said to herself. പാറു അവളോട് തന്നെ പറഞ്ഞു, ഇന്ന് നമുക്ക് ഗ്രാൻഡ്മയുടെ ഞാൻ ഫീൽഡിലേക്ക് പോവാന്ന് അവളോട് തന്നെ പാറു പറഞ്ഞു. ഷി അപ്രോച്ച്ഡ് ഹെർ ഗ്രാൻഡ്മ. അവളങ്ങനെ ഗ്രാൻഡ്മ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഗ്രാൻഡ്മ ഞാനിവിടെ ഫീൽഡിൽ വന്നോട്ടെ എന്ന്. എച്ചുഅമ്മ വാസ് സിറ്റിംഗ് ഓൺ ദ വരാന്ത. വരാന്ത എന്ന് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പറയാം. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ സിറ്റ് ഔട്ട് എന്നാണ് പറയുന്നത്. എച്ചുഅമ്മ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നു. വരാന്ത അറിയാമല്ലോ, നമ്മൾ പുറത്തുള്ള ഒരു സിറ്റ് ഔട്ട് ഇല്ലേ, അവിടെ ഇരിക്കുകയായിരുന്നു. വൈ ഡോണ്ട് വി ഗോ ടു ദ ഫീൽഡ്സ് ടുഡേ? പാറു ആസ്കഡ്. അങ്ങനെ പാറു ചോദിച്ചു, നമ്മൾ എന്താ ഇന്ന് ഫീൽഡിലൊന്നും പോകുന്നില്ലേ എന്ന് ചോദിച്ചു. ഷുവർ ലെറ്റ്സ് ഗോ. അപ്പം എച്ചുഅമ്മ പറഞ്ഞു, ആ ശരിയാ, നമുക്ക് തീർച്ചയായും പോവാം എന്ന് പറഞ്ഞു. എച്ചുഅമ്മ റിപ്ലൈഡ് വിതൗട്ട് അനദർ വേർഡ് ദേ സ്റ്റാർട്ടഡ് ടുവേർഡ്സ് ദ ഫീൽഡ്സ്. എന്താണ്, പിന്നെ അവരൊന്നും സംസാരിക്കാൻ നിന്നില്ല, അവർ നേരെ ഇങ്ങോട്ട് ഫീൽഡിലോട്ട് നടക്കാൻ തുടങ്ങി. They stood at the edge of the field and looked out at the vast stretch of paddy fields. അങ്ങനെ അവർ ആ ഒരു ഫീൽഡിൻ്റെ വരമ്പിൽ കൂടെ ഇങ്ങനെ എന്താ പറയുക, പറമ്പിൻ്റെ ആ ഒരു വരമ്പിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് അവരിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വാസ്റ്റ് സ്ട്രെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാഡി ഫീൽഡ്സിലേക്ക് ഇങ്ങനെ കണ്ണോടിച്ചു എന്നാണ്. പിന്നെ ഇറ്റ് വാസ് കൺവേർഡ് വിത്ത് മഡി വാട്ടർ. അതായത് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെളിവെള്ളം ഉണ്ടല്ലോ, ചെളിവെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ചെളിവെള്ളത്തിലായിരുന്നു ആ പാഡീസ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത്. എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദ സർഫസ്. എന്താണ്, ഒരു വാം ബ്രീസ് മീൻസ് കാറ്റ്, ഒരു ചെറിയ ഇളം കാറ്റൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അവിടെ ഇങ്ങനെ ആ ഒരു പാഡിയൊക്കെ ആടി ഉലഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കുളിര് തോന്നൂലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. The air was alive with the call of birds. എന്താണ്, ആ ഒരു പ്രകൃതിയിലെ ആ ഒരു വായുവിന് ജീവനുള്ളത് പോലെ തോന്നുമായിരുന്നു. എന്ത്, എലൈവ് മീൻസ് ജീവനുള്ളത്, ജീവിക്കുന്നത്, ജീവനുള്ളത് പോലെ തോന്നുമായിരുന്നു. എന്തിന്, കിളികളുടെ ശബ്ദമുള്ളത് കൊണ്ട്. കൂന്നൊക്കെ കിളികൾ കൂവില്ലേ, ആ ശബ്ദത്താൽ വായുവിന് ജീവനുണ്ട് എന്ന് തോന്നുമായിരുന്നു എന്ന് പറയാണ്. A row of men and women were planting the paddy seedlings. കുറേ സ്ത്രീകളും കുറേ ആളുകളും കുറേ സ്ത്രീകളും കുറേ പുരുഷന്മാരും ഒക്കെ നിന്നിട്ട് പാഡിയുടെ വിത്ത് ഇങ്ങനെ വിതയ്ക്കുന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പാഡി നമ്മളിങ്ങനെ എന്താ പറയുക, വിത്ത് വിതയ്ക്കില്ലേ, ആ ഒരു ഇത് ചെയ്യായിരുന്നു. They were humming an old folk sing. അവരിങ്ങനെ മൂളിക്കൊണ്ടൊരു പഴയ നാടൻ പാട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടായിരുന്നു. ഹമ്മിങ് മീൻസ് മൂളിക്കൊണ്ടായിരുന്നു നിന്നത്. Grandma, let's join them, said Paru. Paru held Grandma's hand lovingly as they went down into the field. അങ്ങനെ ഗ്രാൻഡ്മയോട് പാറു പറഞ്ഞു, നമുക്കും അവരോട് ജോയിൻ ചെയ്യാം ഗ്രാൻഡ്മ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവർ ഫീൽഡിലോട്ട് ഗ്രാൻഡ്മയും പാറും കൂടെ ആ ഫീൽഡിലോട്ട് ഇറങ്ങി പോയി. ഓക്കെ, അപ്പോൾ ഗൈസ് 2-3 ദിവസം വീഡിയോസ് ഒന്നുമില്ലായിരുന്നു, കാരണം ഞാൻ കോഴിക്കോട്ട് പോയൊക്കെയായിരുന്നു അത്യാവശ്യമായിട്ട്. അപ്പം അത്യാവശ്യമല്ല, ഒരാവശ്യമായിട്ട് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ കുറേ ബിസി ആയിപ്പോയി. പിന്നെ ഇന്നലെ രാവിലെയാണ് തിരിച്ചു വന്നത്, വ്യാഴാഴ്ച പോയിട്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് കട്ട് ചെയ്ത് ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ ഇടാമെന്ന് വെച്ചതാണ്, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു റീസൺ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം എന്താ പറയുക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കഥയായിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും തീരില്ല, 10-25 മിനിറ്റ് പറയാനുള്ളതുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യാം എന്ന് വേണം പറയാൻ. പിന്നെന്താ പറയുക, ഗിവ് അവേക്ക് ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനുള്ള സമയമായിട്ടില്ല ഗൈസ്, സോറി. അപ്പം
ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്താലും ആലോചിക്കുകയാണ്, കാരണം അത് ഒരുപാട് പേര് കണ്ട് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, ഞാൻ ഇപ്പോഴേ ഗിവ് അവേ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, കുറേ നാളും കൂടെ കഴിഞ്ഞിട്ട് ഒരു ഗിവ് അവേ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരെയൊന്നും ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത്. ബൈ.